ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ തായ്ഫിൽ തന്നെയുള്ള ഒരു റോസ് ഗാർഡൻ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് തായ്ഫിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് വരണം ഈ ഫാക്ടറിയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആണ്. നമുക്ക് സൺഡേ ടു തേഴ്സ്ഡേ ആണ് ഇവിടെ ഓപ്പൺ വിസിറ്റേഴ്സിന്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൈഡേ ആണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 1-2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി കണ്ടിട്ട് വരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഇതിൻ്റെ റോസിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അധികം തിരക്കൊന്നുമില്ല. സീസൺ ടൈമിൽ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് മാത്രമല്ല ഫ്ലവേഴ്സ് വരുന്നത്, ഈ തായ്ഫിൽ കുറേ റോസ് ഗാർഡൻ ഫാംസ് ഉണ്ട്. സോ അവിടുന്ന് എല്ലാം ഫ്ലവേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫ്ലവേഴ്സ് കൊണ്ടുവരലും ഒക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ബിസി ആയിട്ടുള്ള സമയമായിരിക്കും സീസൺ ആയിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ റോസിൻ്റെ ഒരു ഗാർഡൻ ആണ്. ആക്ച്വലി ഇവിടെ വരുന്ന ഫ്ലവേഴ്സ് കൊണ്ട് മാത്രമല്ല, വെളിയിൽ നിന്ന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വെളിയിൽ നിന്ന് ഒത്തിരി ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫ്ലവേഴ്സ് ഇവിടെ വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സീസൺ ടൈമിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. ഫ്ലവേഴ്സ് എല്ലാം കൂടെ അങ്ങ് പൂത്ത് നിൽക്കുന്ന കാണും. ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമായിരിക്കും. അപ്പം മാർച്ച് തൊട്ട് ഇവിടെ സീസൺ സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഒരു ചെറിയൊരു കോഫി ഡേയുടെ ഒരു സെറ്റപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വരാം. അതിന് അവർ പെർ അവർ 30 റിയാൽസ് വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ കോഫിയൊക്കെ കിട്ടും. നമുക്കിവിടെ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. സീസൺ ടൈമിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. ആ കാണുന്നതാണ് ഫാക്ടറിയുടെ എൻട്രൻസ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പം പുള്ളി നമുക്കെല്ലാം തുറന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി വരുന്നവരും വരെ നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. സീസൺ ടൈമിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവുക ഇവിടെ കാണാനായിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാർച്ചിലാണ് ഇവിടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺഡേ ടു തേഴ്സ്ഡേ ആണ് ഇവിടെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഫ്രൈഡേ ഇപ്പോൾ സീസണും അല്ല, അധികം ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുന്നവർ സൺഡേ ടു തേഴ്സ്ഡേ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഫാക്ടറി ഓപ്പൺ ചെയ്തിട്ട് ആ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി നമുക്കെല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഓരോരോ സ്റ്റേജസ് ആയിട്ട് ഇവരൊരു പിക്ചറിൽ ഇങ്ങനെ ഒരു ഡെമോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ ഉള്ളിലൊരു കായും പിന്നെ ആ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം മാറ്റി ഇതളുകൾ മാത്രമായിട്ട് തരംതിരിച്ച് മാറ്റുകയാണ്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. 25,000 ഫ്ലവേഴ്സാണ് ഓരോ യൂണിറ്റിലേക്കും അവരിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ ഒഴിക്കുന്ന റോസ് വാട്ടറാണ്. സാധാരണ വാട്ടറല്ല, റോസ് വാട്ടറും കൂടെ ഒഴിച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഈ യൂണിറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മൂടി സീൽ ചെയ്ത് വെക്കും. അതിന് ശേഷം അവർ ഗ്യാസ് ഓൺ ചെയ്യും. അങ്ങനെ ഇതൊരു 6 to 7 മണിക്കൂർ ഈ പ്രോസസ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 25 ലിറ്ററിൻ്റെ ക്യാനാണ് അവരവിടെ യൂണിറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുന്നത്. സോ ആഫ്റ്റർ 7 hours കഴിയുമ്പോൾ അതിലേക്കാണ് വന്ന് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്രയും ഈ 25,000 ഫ്ലവേഴ്സ് ഇട്ട് നമ്മൾ ചെയ്യുന്നതിൽ നമുക്കൊരു 100 to 150 ml സ്പ്രേയും ബാക്കി റോസ് വാട്ടറും ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതായത് ആ കുപ്പിയുടെ ഏറ്റവും മുകളിൽ വരുന്നൊരു ഇതാണ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. താഴത്തേക്കാണ് റോസ് വാട്ടർ വരുന്നത്. അപ്പം ആ സ്പ്രേ അവർ സിറിഞ്ച് വെച്ച് സിറിഞ്ചിൽ കൂടെ എടുക്കുക. ആ സ്പ്രേ മാത്രം അവർ സിറിഞ്ചിൽ കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആ മുകളിൽ കുറച്ച് മാത്രം സ്പ്രേയും ബാക്കി താഴെ റോസ് വാട്ടറുമായിട്ടാണ് വരുന്നത്.
ഇവിടെ മൊത്തം 100 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 100 യൂണിറ്റ്സിന് 10 യൂണിറ്റ്സ് വെച്ചിട്ട് 2 എംപ്ലോയീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ യൂണിറ്റ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഈ കാണുന്ന ഒരു യൂണിറ്റിലേക്കാണ് അവർ ഈ പൂക്കളും റോസ് വാട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് വെച്ച് മൂടിയിട്ട് ഇതിൻ്റെ റൗണ്ട് ചുറ്റും അവർ സീൽ ചെയ്യും. ഈ കാണുന്ന പൈപ്പിൽ കൂടെയാണ് റോസ് വാട്ടറും അതുപോലെ തന്നെ അതിൻ്റെ എസൻസ് എല്ലാം കൂടെ നമുക്ക് അപ്പുറത്ത് വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ആദ്യകാലത്ത് ഈ ഫാക്ടറി തുടങ്ങിയതിൻ്റെ ഒരു മോഡലാണ്. അന്ന് അവർ ഈ ഗ്യാസിനൊക്കെ പകരം നമ്മൾ വിറകടുപ്പാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്കൊരു പഴയ നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലിലുള്ളൊരു കിണറൊക്കെ കാണാൻ പറ്റും. ഈ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇവരുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തായ്ഫിൽ സൂക്കിൻ്റെ അകത്തും ഇവരുടെ ഔട്ട്ലെറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരുകയാണ്. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് റോസ് വാട്ടറും പിന്നെ റൂം സ്പ്രേയും പിന്നെ കുറേ സ്പ്രേ അങ്ങനത്തെ ഫേഷ്യൽ ടിഷ്യൂ പിന്നെ സോപ്പ്, റോസിൻ്റെ സോപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം.